സങ്കീർത്തനം 42:3. നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നതുകൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും ആഹാരമായി തീർന്നിരിക്കുന്നു. സാധാരണ ഒരു വ്യക്തി ദിവസം 3 നേരം ഭക്ഷണം കഴിക്കുന്നു. കുറഞ്ഞത് 2 നേരമെങ്കിലും തീർച്ചയായും കഴിച്ചിരിക്കും. എന്നാൽ രാവും പകലും ഭക്ഷണം കഴിക്കുക അത്ര സാധാരണയായ ഒരു കാര്യമല്ല. 24 മണിക്കൂറിനെ കാണിക്കുവാനായി സങ്കീർത്തനക്കാരൻ അപ്രകാരം പറഞ്ഞിരിക്കുന്നു. സ്ഥിരമായി താൻ കഴിക്കുന്ന ഒരേ ഒരു ഭക്ഷണം കണ്ണുനീരാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. സാധാരണ ഒരേ ഭക്ഷണം പല പ്രാവശ്യം കഴിക്കുമ്പോൾ നാം മടുത്തു പോകാറുണ്ട്. എന്നാൽ ഇവിടെ സങ്കീർത്തനക്കാരന് മറ്റ് പോംവഴി ഒന്നുമില്ല ഇതിൽ നിന്ന് രക്ഷപ്പെടുവാനായി. കടന്നു പോകുന്ന വേദനയുടെ തീവ്രത നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതിൻ്റെ കാരണം പലരും ചോദിക്കുന്നു, നിന്റെ ദൈവം എവിടെയെന്ന്. മറ്റുള്ളവരുടെ ആക്ഷേപം ഇവരുടെ നിരാശയെ വർദ്ധിപ്പിക്കുന്നു. അവർ നിത്യം ഒരേ ചോദ്യം തന്നെ ചോദിക്കുകയാണ്, നിങ്ങളുടെ ദൈവം എവിടെ? അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, എൻ്റെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്ന്. നമ്മുടെ ജീവിതത്തിലും ചില ജീവിത സാഹചര്യങ്ങളിലും നാമും ഇതുപോലെയുള്ള ചോദ്യങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. ദീർഘനാൾ പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാതെ മനുഷ്യരുടെ മുൻപിൽ, ചില വിഷയങ്ങളുടെ മുൻപിൽ ചോദ്യചിഹ്നവുമായി നിൽക്കുമ്പോൾ വിശ്വാസത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചതുകൊണ്ട്, അതിനുവേണ്ടി നിലനിന്നതുകൊണ്ട്, എവിടെ നിങ്ങളുടെ ദൈവം? എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ലാത്തത് എന്നൊക്കെ നമ്മോടും ചോദിച്ചേക്കാം. സങ്കീർത്തനം 50:3 പറയുന്നത് നമുക്കും പറയുവാൻ കഴിയണം, എൻ്റെ ദൈവം വരുന്നു, മൗനമായിരിക്കുകയില്ല. സദൃശ്യവാക്യങ്ങൾ 12:18 വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയായി സംസാരിക്കുന്നവർ ഉണ്ട്, ജ്ഞാനികളുടെ നാവോ സുഖപ്രദം എന്ന് പറഞ്ഞിരിക്കുന്നു. ഒരിക്കലും നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് കണ്ണുനീർ ഭക്ഷണമാകത്തക്ക രീതിയിൽ ഉള്ളതാകരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ സഹോദരങ്ങൾ, നമ്മോട് അടുപ്പമുള്ളവർ ആരുമാകട്ടെ, ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിക്കുന്ന, മറക്കുവാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, ഓർക്കുമ്പോൾ കണ്ണുനീർ നിറയുന്ന ചോദ്യങ്ങളോ വാക്കുകളോ നമ്മിൽ നിന്ന് വരാതിരിക്കുവാനായി നമുക്ക് ദൈവകൃപയ്ക്കായി പ്രാർത്ഥിക്കാം. യെശയ്യാവ് 60:22 യഹോവയായ ഞാൻ തക്ക സമയത്ത് അതിനെ ശീഘ്രമായി നിവർത്തിക്കും എന്നെഴുതിയിരിക്കുന്നു. ദൈവം തക്ക സമയത്ത് അവരുടെ ജീവിതത്തിലും ദൈവപ്രവൃത്തി അയക്കും. അവർ വിടുവിക്കപ്പെടുകയും ചെയ്യും. അതിനായി നമുക്ക് അവരോടൊപ്പം പ്രാർത്ഥിക്കാം. ഒരിക്കലും ദൈവനാമം പറഞ്ഞും ദൈവത്തിൻ്റെ പേരിലും ആരെയും നമുക്ക് കണ്ണുനീർ ഭക്ഷണമാക്കുവാൻ ഇടവരുത്താതിരിക്കാം. പ്രാർത്ഥിക്കാം. പ്രിയ പിതാവേ, പരിജ്ഞാനത്തോടെ വാക്കുകളെ ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. ഗോഡ് ബ്ലെസ് us all.